പാരന്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എങ്ങനെയാണ് അച്ഛനും അമ്മയും അധ്യാപകരും കുട്ടികളെ വളർത്തേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരുപക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം നിങ്ങൾ വളർന്നു വലുതാവുന്ന സമയത്ത് ആരായിത്തീരണം എന്നുള്ളതായിരിക്കും. അല്ലെ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, ആരായിത്തീരണം, നിങ്ങൾക്ക് ആരാവണം, എന്താവണം എന്നുള്ള ചോദ്യം. പലപ്പോഴും പല ആൻസറുകൾ നമ്മൾ പറയും. ഒരു രസകരമായിട്ടുള്ള കാര്യം പറയാം. ഒരു വേദിയിൽ വെച്ച് ഞാൻ ഒരു കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചു. അതിനുശേഷം ആ കുട്ടിയോട് ചോദിച്ചു, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ലീഡർ? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നമുക്ക് ഒരുപാട് ലീഡർമാരുണ്ട്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ഒരുപാട് ലീഡർമാർ, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ലീഡർമാർ. ആരായിത്തീരണം എന്റെ മോന് എന്ന് ഞാൻ ചോദിച്ചു. ആ കുട്ടി ഒരു നിമിഷം പോലും ശങ്കിച്ചു നിൽക്കാതെ എന്നോട് പറഞ്ഞത്, എനിക്ക് എന്റെ അച്ഛനെ പോലെയാവണം എന്നുള്ളതാണ്. മുന്നിലെ സീറ്റിലിരുന്ന് ആ അച്ഛന്റെ കണ്ണുകളിൽ അഭിമാനം കൊണ്ട് കണ്ണുനീർ നിറയുന്നത് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയുമായിരിക്കണം ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ. എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ ഇന്നും എൻ്റെ അച്ഛൻ എനിക്ക് റോൾ മോഡലാണ്. ഞങ്ങൾക്ക് അച്ഛൻ പറയാതെ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മദ്യം കഴിക്കരുതെന്നും സിഗരറ്റ് വലിക്കരുതെന്നും അച്ഛൻ ഏതോ ഭാഷയിൽ ഒരക്ഷരം പോലും പറയാതെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ സത്യത്തിന്, നീതിക്ക് എത്രമാത്രം വില കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നമ്മളെല്ലാം ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് വളരെ ട്രാൻസ്പെറൻ്റായ സുതാര്യമായ ഒരു മനസ്സുമായിട്ടാണ്. ജോൺ ലോക്കിന്റെ ടാബുല റാസ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം ഒരു തുറന്ന സ്ലേറ്റ് പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ആ സ്ലേറ്റിൽ എന്തു വരയ്ക്കണം, ഏത് മഷി പടർത്തണം എന്ന് തീരുമാനിക്കുന്നത് ഈ സമൂഹമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഞാനൊരു ചെറിയ മാജിക് കാണിച്ചു തരാം കേട്ടോ. ഈ മാജിക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് പോലെ, കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെ 2 ഗ്ലാസ് ഫ്രെയിമാണ് എൻ്റെ കയ്യിലുള്ളത്. കണ്ടല്ലോ, സാധാരണ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഉത്തരത്തിനനുസൃതമായിട്ടുള്ള കുറച്ച് കാർഡുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ കാർഡിൽ ഞാൻ എഴുതിയിട്ടുള്ളത്, നിങ്ങളോട് സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, എനിക്ക് ഒരു ഡോക്ടർ ആവണം അല്ലേ? മോളോട് ഞാൻ ചോദിക്കുന്നു, മോൾക്ക് എന്താവണം? ഡോക്ടർ ആവണം. വാട്ട് അബൌട്ട് യു? IAS officer. What about you? A teacher. Teacher. You? Doctor. Doctor. You? Doctor. 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 Teacher. 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 Doctor. Doctor. Fashion ഓ, ഫാഷൻ ഡിസൈനർ. വണ്ടർഫുൾ. ഇതിന് ഒരുപാട് ചോയ്സസ് ഇവിടെയുണ്ട്. ഡോക്ടറുണ്ട്, ആക്ടറുണ്ട്, പൈലറ്റ് ഉണ്ട്, സിവിൽ സർവീസ് ഉണ്ട്, IAS ഓഫീസർ, ഫാർമർ ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, ടീച്ചറുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ഡാൻസർ ഉണ്ട്. ഇതെല്ലാം ഞാൻ ചേർത്ത് വെച്ചു. മോളുടെ മനസ്സിലുള്ളത് എന്താ പറഞ്ഞത്? ഡോക്ടർ. ഓക്കെ, ഞാൻ മോളുടെ മനസ്സാണ് വായിക്കാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്നത്, ഈ രണ്ട് ഗ്ലാസ്സിന്, നിങ്ങളുടെ ഹൃദയം പോലെയുള്ള, നിങ്ങളുടെ മനസ്സ് പോലെയുള്ള ഈ 2 ഗ്ലാസ്സിനെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലാസ് ഫ്രെയിമിന് രണ്ടും ഞാൻ ചേർത്ത് ഈ ഫ്രെയിമിന് മുകളിലായിട്ട് ഇങ്ങനെ വെക്കാൻ പോകുന്നു. നോക്കിക്കോണം. കണ്ടോ മോളെ, നമ്മുടെ ബ്രെയിന് 4 ലോബ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോബ് എന്ന് പറയുന്നത് ഫ്രോണ്ടൽ ലോബാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് 23 വയസ്സാവുന്നത് വരെ നമ്മുടെ ഫ്രോണ്ടൽ ലോബ് ഇങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ റിസപ്റ്റീവാണത്. മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ എന്താവണം എന്നുള്ള കാര്യം. ഇപ്പൊ മോളുടെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത് ഡോക്ടർ ആവണമെന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നത്, ഈ കാർഡുകളെല്ലാം ഞാൻ ചേർത്ത് വെച്ചു. അതിനുശേഷം ഇതിനകത്ത് നിന്ന് മോളുടെ മനസ്സിലുള്ളത് മാത്രം എടുക്കുകയാണ്. ഇനി നോക്കണം, മോളുടെ മനസ്സെന്ന് പറയുന്ന ഈ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ വളരെ ക്ലിയർ ആണ്. ഇതിനകത്തേക്കാണ് സമൂഹം, വളർന്നു വരുന്ന, നമ്മളെ വളർത്തുന്ന അച്ഛനും അമ്മയും ടീച്ചർമാരും ഓരോ ചിത്രങ്ങൾ നമുക്ക് ഇട്ടു തരുന്നത്. കാരണം മോളുടെ മനസ്സ് എന്താണ് ഇവിടെ നോക്കാം. വാച്ച് 1, 2 and 3. സോ ദാറ്റ്സ് ഇറ്റ്. നോക്കാം നമുക്ക് എന്താണെന്നുള്ള കാര്യം. ഞാൻ എടുത്തു, ഈ റബ്ബർ ബാൻഡിനെ ഞാൻ നീക്കം ചെയ്തു. മോളുടെ മനസ്സ് പോലെ സുതാര്യമായ ഇതിൽ എന്താണ് എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡോക്ടർ. യെസ്, wonderful. Okay. All right. ഇനിയാണ് ഞാൻ പാരന്റിംഗ് എന്ന വാക്കിനെ അർത്ഥമാക്കിയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഞാനടക്കമുള്ള അച്ഛന്മാർ, അമ്മമാർ, അധ്യാപകർ എപ്പോഴും മാർക്ക് ഇത്തിരി കുറയുകയാണെങ്കിൽ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് ആക്രോശിക്കുന്ന സമയത്ത് അവർ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന, നേരിടാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളെ, ആ പരീക്ഷകളെ നേരിടാനുള്ള അവരുടെ കരുത്തിനെയാണ് നമ്മൾ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കരുത്ത് നൽകേണ്ടത് നമ്മളാണ്. അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വഴക്ക് കൂടുന്ന സമയത്ത് കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാക്കുന്ന ആശങ്കകൾ ഒരുപാടാണ്.
കുട്ടികളോട് നമ്മൾ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് ഒരു ഫോൺ വരുന്നു, ആ ഫോൺ വരുന്ന സമയത്ത് കുഞ്ഞിനോട് നമ്മൾ പറയുന്നു ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് നമ്മളൊരു കള്ളം പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവുന്നു. ഒഴിഞ്ഞ സ്ലേറ്റിൽ ഒരു ചോദ്യചിഹ്നം ഇട്ടുവെക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ കള്ളം പറഞ്ഞു? ഇത് ആ കുട്ടിയെ കള്ളം പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളെ അതിരില്ലാത്ത ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാനുള്ള അധികാരവും അവകാശവും നമുക്കാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്കിളൊരു കഥ പറഞ്ഞു തരാം. ഇതൊരു സംഭവ കഥയാണ്. ഇത് എല്ലാ പാരന്റ്സും കേൾക്കാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. ഡെറക് റെഡ്മണ്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അത്ലറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ബാഴ്സലോണയിൽ നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. 1992 സംഭവിച്ചത്. അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കുതിച്ചോടുന്ന സമയത്ത് പാതി വഴിയിൽ അദ്ദേഹം വീണു. മനസ്സിലായി? കാലിന് പെട്ടെന്നൊരു വേദനയുണ്ടായി. അദ്ദേഹം താഴെ വീണു. അദ്ദേഹം പക്ഷേ ആ റിലേയിൽ, ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹം എണീറ്റു. അതിനുശേഷം തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അദ്ദേഹം കുതിച്ചോടാൻ തുടങ്ങി. കാല് വേച്ച് 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 അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കൊണ്ടുപോയി. ഈ സമയത്ത് ഗാലറിയിൽ നിന്നും ട്രാക്കിലേക്ക് ഒരാൾ കുതിച്ചു കയറി. അതാരാണെന്ന് മനസ്സിലാവാതെ സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷെ ആ സെക്യൂരിറ്റിക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഡെറക്, ഇത് എന്റെ മകനാണ്. ഇവനെ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനും ഉണ്ടടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവസാനം വരെ ആ അച്ഛൻ ഓടി തീർത്തു. Till you come and sit a while with me. You raise me up so I can stand on mountains. You raise me up. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അച്ഛനമ്മമാർ ചെയ്യേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ അവരോട് നമ്മൾ പറയണം, വീഴുന്നത് തെറ്റല്ല, വീണിടത്ത് നിന്ന് എണീക്കാതിരിക്കുന്നതാണ് തെറ്റ്. അത് പറയാനുള്ള ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്ക് ഉണ്ടാവണം.